കാലവർഷക്കാറ്റ് കലിതുള്ളി വരുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റും കീറത്തുണികളും കൊണ്ട് നിർമ്മിച്ച ആകെയുള്ള കൂര അത് കീറിപ്പോവലേ എന്ന പ്രാർത്ഥനയിലാണ് ഈ പാവങ്ങൾ. കാസർഗോഡ് ബദിയെടുക്ക കിടഞ്ചിയിലെ മോഗർ കോളനിയിൽ ഓർമ്മ വച്ച കാലം തൊട്ടേ ഇവർ താമസിക്കുന്നുണ്ട്. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ ഒരു വീട് കെട്ടാനുള്ള അവകാശത്തിനായി ഈ മനുഷ്യർ മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത നേതാക്കളില്ല. ഞാൻ പണിക്ക് പോയില്ലേ നമ്മൾ ഇട്ട പിള്ളേരാണ് പട്ടിണി. പിന്നെ പൊസിഷൻ പിന്നെ റേഷൻ കാർഡ് അതും ഇത് രേഖയൊന്നുമില്ല. പിന്നെ കറണ്ടിന് അതിന് ഇതും നമുക്ക് ഇത് പട്ടാതെ ഇതില്ല, കാർഡില്ല. ബാബുവിന്റെ പേരക്കുട്ടികൾ ഉൾപ്പെടെ 4ഓളം പേർ സ്കൂൾ വിദ്യാർത്ഥികളാണ്. പട്ടയമില്ലാത്തതിനാൽ ഇവർക്ക് വൈദ്യുതിയും ലഭിച്ചിട്ടില്ല. റേഷൻ കാർഡില്ലാത്തതിനാൽ മണ്ണെണ്ണയില്ല. വിലാസമില്ലാത്തതിനാൽ കൃത്യമായി തിരിച്ചറിയാനുള്ള രേഖകളില്ല. ഡീസൽ ഒഴിച്ചു വയ്ക്കുന്ന ചിമ്മിനി വിളക്കിന്റെ നുറുങ്ങുവെട്ടത്തിൽ കുരുന്നുകൾ പഠിക്കുകയാണ്. വർഷമായി ഇവിടെ ഇരുന്നിട്ട് എല്ലാം കൊടുത്തിട്ടാകുമ്പോൾ അതിന് ഒന്നും ചിന്തിക്കുന്നില്ല ആരും വന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ പിന്നെ മതിയാക്കി വിടിഞ്ഞ് ചത്തുപോയി. ഞങ്ങൾ നടന്നിട്ട് ഒരു റേഷൻ കാർഡാക്കണം പറഞ്ഞിട്ട് പഞ്ചായത്തിലെല്ലാം പോയി. അപ്പോൾ പറഞ്ഞ് പഞ്ചായത്തിനെല്ലാം സ്ഥലമെല്ലാം അളന്നിട്ടാണോ നമുക്ക് എന്ന് പറഞ്ഞു. വാഴകളെ തൂണാക്കി കുടിൽ കെട്ടി കഴിയുന്ന ഇവനയ്ക്കും കുടുംബത്തിനും ബദിയെടുക്ക വില്ലേജിൽ നിന്ന് 5 സെന്റ് ഭൂമിയുടെ പട്ടയം ലഭിച്ചിട്ട വർഷം 1 കഴിഞ്ഞു. എന്നാൽ ഭൂമി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അധികൃതർ കൈമലർത്തുകയാണ്. ഏറെ പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയെങ്കിലും അവിടെയും രക്ഷയുണ്ടായില്ല. നാട്ടിലെ വാർഡ് മെമ്പർ പോലും ഇവർക്ക് മുമ്പിൽ മുഖം തിരിച്ചു. ചോദിച്ചോ അപ്പോൾ ഉദ്യോഗസ്ഥരോട് നമ്മുടെ ഭൂമി എവിടെയാണെന്ന് ചോദിച്ചോ? ഇല്ല, ഓർ പറഞ്ഞിട്ടില്ല. എവിടെയെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? പട്ടയം തന്നെങ്കിലും ഭൂമിയില്ല. നാട്ടുകാരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നത്. കൂര കെട്ടാനുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ പോലും നാട്ടുകാരാണ് നൽകിയത്. ക്ലബ്ബുകാർ കെട്ടിക്കൊടുത്ത ശുചിമുറി ഈ നിരാലംബർക്ക് ആശ്രയമാണ്. അരനൂറ്റാണ്ടായി താമസിക്കുന്ന ഭൂമിയുടെ അവകാശികളാണെന്ന് അടയാളപ്പെടുത്താൻ നാട് നീളെ അലയുകയാണ് ഈ ജനത. ഈ 3 കൂരകളിലായി കഴിയുന്നത് 18 പേരാണ്. അതിദരിദ്രരായിട്ടും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടും അധികൃതരുടെ പിടിപ്പുകേട് മൂലം ഇവർക്കൊന്നും ലഭിക്കുന്നില്ല. ഇനിയെങ്കിലും ഈ പാവങ്ങളുടെ കണ്ണീര് സർക്കാർ കാണണം. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.